ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് പരിചയമുണ്ടെങ്കിലും ലോങ് വീഡിയോ എടുത്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. നാളെ ഓസിലിൻ്റെ ബർത്ത്ഡേ ആണ്. ഓസിൽ എൻ്റെ മോനാട്ടോ. ഓസിലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഓസിലിന് ചേരാം. ഗൈസ്, ഇതാണ് ഓസിൽ. ഹായ് പറയ ഓസിൽ. ഹായ് ഓസിൽ. ഹായ് ഹായ് ഓസിൽ. ഹലോ ഹായ്. സോ നമുക്ക് ഓസിൽ ഇപ്പം എണീച്ചേ ഉള്ളൂ. നീ ഇവനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് ഫുഡ് കൊടുക്കണം. നമുക്ക് കൊടുക്കാം. ഇതുണ്ടല്ലോ, ഞാൻ പൊടിച്ചു വെച്ച അരിയുടെ പൊടിയാണ്. അതായത് മട്ടരിയുടെ പൊടിയാട്ടോ. അതൊരു 2-3 സ്പൂണ് നമ്മളുടെ മക്കൾക്ക് ആവശ്യമുള്ള അളവിന് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നട്ട്സിൻ്റെ പൊടി, ഇത് ഞാൻ പൊടിച്ചു വെച്ച് തന്നെയാണ്. കുറേ നട്ട്സും സീഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അതെല്ലാം പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ അതും കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയതിന് ശേഷം നമുക്കത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. നല്ലപോലെ കുറുക്കിയെടുക്കുക. കുറുക്കുന്ന സമയത്തും കൈവിടാതെ ഇളക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഓസിലിന് ഇഷ്ടം. ഓരോ മക്കൾക്കും ഓരോ ഇഷ്ടങ്ങളാട്ടോ. അതിനനുസരിച്ചിട്ട് കൺസിസ്റ്റൻസി നമ്മൾ ആക്കിയെടുക്കുക. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, ബട്ടർ അല്ലെങ്കിൽ ഗീ, ഈ 3 ഏതെങ്കിലും ഒന്ന് കുറച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് കുട്ടിക്ക് കൊടുക്കുക. ഓസിലിന് നല്ല ഇഷ്ടമാണ്. ഓസിലത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓസിലിന് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഉച്ചക്കലത്തെ ലഞ്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ചോറും ചിക്കൻ ഫ്രൈയും തന്തൂരി ചിക്കനാട്ടോ. അത് തന്തൂരി മസാലയൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ മുരിങ്ങയിലക്കറിയും. ഇതായിരുന്നു നമ്മളുടെ ലഞ്ച്. മാങ്ങച്ചാറും മുരിങ്ങയിലക്കറിയും കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട്, ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഞാനിതാണ് കഴിക്കുന്നത്. എനിക്ക് വ്ളോഗൊക്കെ കണ്ട് കഴിക്കാനാട്ടോ ഇഷ്ടം. അഹാന കൃഷ്ണയാണ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ. അവരുടെ വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനായിട്ട് മാറ്റി. ഞാൻ ജസ്റ്റ് അബായാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അബായ ഇട്ടതാണ്. നമ്മൾ പോകുന്നത് ഓസിലിന് ഷൂ മേടിക്കാനായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് പ്ലാൻ ചെയ്തത്. അവനിക്ക് സ്യൂട്ട് ഇടാന്ന്, കോട്ടും പാൻറ്റുമായിട്ടുള്ള സൂട്ട് ഇടാന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് ബ്ലാക്ക് കളറിലുള്ള ഷൂ ആണ് മാച്ച് ആവുക. അപ്പോൾ നമ്മുടെ അടുത്ത് അതില്ല. സോ നമുക്കത് വാങ്ങാനായിട്ട് പോവാം. ഓൾറെഡി ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് നമ്മളൊരു ക്രോക്സും അതേപോലെ അഡിഡാസിന്ന് ഷൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ കോട്ടും സൂട്ടും ഇടാം. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതല്ലേ ഒരു രസം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു പൗഡർ ബ്ലൂ കളറിലുള്ള ഒരു കോട്ടൺ സൂട്ടാണ് മേടിച്ചത്. നെക്സ്റ്റ് എന്നാണ് മേടിച്ചത്. അപ്പോൾ അതിന് മാച്ചല്ല ഈ ഇവൻ്റെ അടുത്തുള്ളതൊന്നും. നാളെ കേട്ടോ ബർത്ത്ഡേ, നമുക്ക് ടൈമില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാണ് മേടിക്കാനായിട്ട്. ഓസിലിനെ കാർ സീറ്റിലിരുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവനെ കാർ സീറ്റിലിരുത്തണമെങ്കിൽ നമ്മൾ അവൻ്റെ കയ്യിൽ കാറോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ടോയോ ഒക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റാക്കി ഇരുത്തണം. അങ്ങനെ നമ്മൾ കടയിലെത്തി. നമ്മൾ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറാണ് കിട്ടിയത്. ഞാൻ മുമ്പ് ബ്ലാക്ക് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു തിരുത്തലുണ്ട്. നമുക്ക് കിട്ടിയത് ബ്രൗൺ കളറാണ്. അങ്ങനെ ഈ ഷൂ ആണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഇതും മേടിച്ച് നേരെ വീട്ടിലോട്ട്. പൊരിഞ്ഞ ചൂടാട്ടോ. നമ്മൾ പുറത്ത് കുറച്ച് നേരം നിന്നാൽ നമ്മൾ ബുൾസി ആയി പോവും, അത്ര ചൂടാണ്. വീട്ടിലെത്തി ഈ നാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബട്ടർ മിൽക്ക് കുടിച്ചു. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും വാങ്ങാറുണ്ട് ഇത്. സോ ഗൈസ്, നമുക്ക് നാളത്തേക്കുള്ള കേക്ക് ഉണ്ടാക്കാം. ബർത്ത്ഡേ കേക്ക് ഞാനാണ് ഉണ്ടാക്കുന്നത്. ചെറിയ നെർവസാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൽ. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഡീറ്റെയിൽഡായിട്ട്. സോ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പുറത്ത് പോയി വന്നേ ഉള്ളൂ കേട്ടോ. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേഗം തന്നെ. ഓവനിലൊന്നും അല്ല, ചട്ടിയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ചട്ടിക്കുള്ളിലെ മാജിക്കാണ് നമ്മളുടെ കേക്ക്. നമ്മൾ കേക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാനാ പറഞ്ഞത് കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്നൊക്കെ. നോക്കുമ്പോൾ ലാസ്റ്റാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങാൻ തിരഞ്ഞു പോകാനുള്ള ടൈമോ ഒന്നും ഉണ്ടായിരുന്നില്ല.
ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ കേക്ക് ഫൈനൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ടെൻഷനായിരുന്നു എങ്ങനെ വരുമെന്ന് വിചാരിച്ച്. ഹേ ഗൈസ്, നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സ്റ്റുഡിയോയിലാണുള്ളത്. രാത്രിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് നേരം ആയാലും കുഴപ്പമില്ലല്ലോ. നാളെയാണ് ബർത്ത്ഡേ. നമ്മൾ തലേന്നാണ് ഫോട്ടോ എടുക്കാനായിട്ട് വന്നത്. കുറച്ച് ലേറ്റായി പോയി നമ്മൾ ഫോട്ടോ എടുക്കാൻ വരാനായിട്ട്. കുഴപ്പമില്ല, ഓസിലിനെ കാണിച്ചു തരാം. ദേ ഓസിലിവിടെ ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രി ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഇവനെ പകലൊക്കെ നല്ലപോലെ ഉറക്കി ഇവൻ്റെ ഉറക്കമൊക്കെ മാറ്റി ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ഉച്ചയ്ക്ക് പോയി മേടിച്ച ഷൂവും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കോട്ട്. ഇത് വന്നിട്ട് കുറേ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, കേക്ക് സ്മാഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ഇവനെ കൊണ്ട് ചെയ്യിക്കാൻ നല്ലൊരു ആഗ്രഹം. ആ ആഗ്രഹം മൊത്തം മാറിക്കിട്ടി ഈ ഒരു പരിപാടിയിലൂടെ. കാരണം ആ കേക്ക് ഫുള്ള് ഇവന് നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഇതുപോലെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. കേക്കിനെ അങ്ങനെ ആകെ കുഴച്ച് ആ സ്റ്റുഡിയോ മൊത്തം കേക്കാക്കി ആകെ മൊത്തം സീനാക്കിയിട്ടുണ്ട് ആള്. ഇവൻ കേക്കിലിങ്ങനെ കളിക്കുകയായിരുന്നു. കേക്കിൽ കളിക്കുകയല്ല, കുളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലാതെയായിരുന്നു ഇത് ചെയ്യാനായിട്ട് അവന് വിട്ടത്. അതെന്തോ ഭാഗ്യത്തിന് നന്നായി. കാരണം അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ മൊത്തം കേക്ക് ആക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മൾ പോയി അവിടുത്തെ വാഷ്റൂമിൽ പോയി ഇവനെ കഴുകി സെറ്റാക്കി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞാൻ ക്രീമൊക്കെ തേച്ച് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. ഇനി നമുക്ക് ഫൈനൽ ആയിട്ടുള്ള കോട്ടിംഗ് ആണ് ഇനി ചെയ്യാൻ ബാക്കി. സോ നമ്മളുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇതിൻ്റെ തിരക്കിൽ വിട്ടേ. നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എത്രത്തോളം അടിപൊളിയായി എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അടുത്ത് എക്യുപ്മെൻറ്റ്സൊക്കെ കുറവായിരുന്നു. ഇതാണ് നമ്മളുടെ കപ്പ് കേക്ക്, ഇതാണ് നമ്മുടെ കേക്ക്. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇതാണ് നിബിൽക്കാൻ്റെ ഡ്രസ്സ്, ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ ബോയ്. ഹായ് ഗൈസ്. സോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലം കേട്ടോ. ഒരു പാർക്കിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് വരുന്നൊരു ഏരിയ ആണ്. ഇവിടെ നമുക്കിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന്. പിന്നെ നബീൽഖാൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ നബീൽഖാൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാത്രിത്തേക്ക് കേക്ക് കട്ട് ചെയ്യൽ പരിപാടി നമ്മൾ വെച്ചത്. അങ്ങനെ കേക്കും അവർ കൊണ്ടുവന്ന ഗിഫ്റ്റും ഒക്കെ വെച്ച് ഓസിലിന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ. ഓസിലിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഫേസ് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. ഇത് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 എണ്ണം പക്ഷെ വെച്ചുള്ളൂ. പിന്നെ അവൻ്റെ തന്നെ കാറാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ നമ്മൾ വാനില വെച്ചിട്ടും ലെയറല്ല, ഫസ്റ്റത്തെ ടയർ നമ്മൾ വാനില വെച്ചിട്ടും താഴത്തേത് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കപ്പ് കേക്ക് വാനില കപ്പ് കേക്കും ആയിരുന്നു. ക്രീം എൻ്റെ ഒരു സ്പെഷ്യൽ ക്രീമായിരുന്നു ഞാൻ അതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കേക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല അഭിപ്രായമായിരുന്നു കേക്കിന് ഉണ്ടായിരുന്നത്. ഞാൻ നല്ല ടെൻഷനോടെ ഉണ്ടാക്കിയ കേക്കായിരുന്നു. എങ്ങനെ വരും, ഞാൻ കുറേ കാലമായി കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് ടൈമും കുറവായിരുന്നു. പക്ഷേ മൊത്തത്തിൽ കളറായി, സംഭവം സെറ്റായി. നമ്മൾ കേക്ക് കട്ട് ചെയ്ത അതേ ഭാഗത്തിൻ്റെ കുറച്ച് നടക്കാനുള്ള ദൂരമല്ലോ കേട്ടോ. അടുത്തായിട്ട് തന്നെയായിരുന്നു നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോട്ടൽ വരുന്നത്. പേർഷ്യൻ പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നബീൽഖാൻ്റെ ഫ്രണ്ട്സുമാർ. അങ്ങനെ നമ്മൾ ബിരിയാണിയും പിന്നെ ഞാൻ മന്തിയായിരുന്നു മേടിച്ചത്. അങ്ങനെ അതൊക്കെ നമ്മളെല്ലാവരും കൂടി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് പിരിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇവരെന്ത് ഗിഫ്റ്റാണ് തന്നത് എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ഓസിലും കൂടി പൊട്ടിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെയായിരുന്നു ആ 3 ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്നത്. ഈ പിയാനോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലിവൻ ഇരുന്ന് കളിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നബീൽഖാൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അയച്ചൊരു പാർസലായിരുന്നു കേട്ടോ. ഇത് സർപ്രൈസ് ആയിരുന്നു. ഇതിനകത്തുണ്ടായിരുന്നത് ബൈക്കാണ്.
ബൈക്ക് പിന്നെ ഓടിക്കാനാവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ബൈക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.